ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. കുറച്ച് ചെറിയ ഉള്ളിയും ഒരു കപ്പ് വറുത്ത അരിപ്പൊടിയും ഉണ്ടെങ്കിൽ നമുക്ക് ഈ വെറൈറ്റി പലഹാരം തയ്യാറാക്കി എടുക്കാൻ പറ്റും. അധികം എണ്ണയൊന്നും ചേരാതെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഈ വെറൈറ്റി പലഹാരം നോമ്പുതുറയ്ക്ക് പറ്റിയ അടിപൊളി ഒരു പലഹാരമാണ്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ പലഹാരം ഉണ്ടാക്കാൻ വേണ്ടി ആദ്യമായിട്ട് നമുക്കൊരു ബൗൾ എടുക്കാം. അതിലേക്ക് നമുക്ക് ഒരു കപ്പ് വറുത്ത അരിപ്പൊടി, നന്നായിട്ട് മൂക്ക് വറുത്ത അരിപ്പൊടിയാണ്. ഇടിയപ്പത്തിനും പത്തിരിക്കൊക്കെ എടുക്കുന്ന പൊടിയാണ്. ഒരിക്കലും നമ്മൾ ഇത് പുട്ടിനൊന്നും വറുത്തെടുത്ത പൊടി ഇതിന് വേണ്ടി ഉപയോഗിക്കരുത്. എങ്കിൽ ഈ അപ്പം പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയില്ല. നന്നായിട്ട് മൂക്ക് വറുത്ത അരിപ്പൊടി തന്നെ വേണം. അപ്പോൾ അത് ഒരു കപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് നമുക്ക് ഒരു കപ്പ് ചെറിയ ഉള്ളിയാണേ. അത് ഒന്ന് തൊലിയെല്ലാം കളഞ്ഞിട്ട് കഴുകിയെടുത്തിട്ട് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. വട്ടത്തിന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമ്മൾ കടുകൊക്കെ താളിക്കാൻ അരിയുന്നത് പോലെ അരിഞ്ഞെടുക്കണം. അത് ഒരു കപ്പുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉള്ളിയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് ചേർക്കേണ്ടത് ഒരു കപ്പ് നാളികേരമാണ്, ചിരകിയ നാളികേരം. ഇനി 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഒരു 1/4 ടീസ്പൂൺ സോഡാപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതെല്ലാം കൂടി നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചൊന്ന് കലക്കിയെടുക്കണം. അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് വേണം ഇതൊന്ന് കലക്കിയെടുക്കാൻ. വളരെ തിക്കുമല്ല വളരെ ലൂസുമല്ലാത്ത ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ഈ മാവ് കലക്കിയെടുക്കേണ്ടത്. അപ്പോൾ ഞാൻ മാവ് എടുത്ത അതേ കപ്പിൽ ഒരു കപ്പ് വെള്ളം ആദ്യം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. അപ്പോൾ വെള്ളം ഇനിയും ചേരും. നമുക്ക് അടുത്ത ഒരു കപ്പും കൂടി എടുക്കാം. അതിൻ്റെ പകുതി നമുക്ക് ആദ്യം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അത് പകുതി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പകുതി മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊന്നും കൂടി ഇളക്കി കൊടുക്കാം. അപ്പോൾ ഓരോ മാവിൻ്റെ വറുകനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിലും വ്യത്യാസം വരുവേ. അപ്പോൾ 1.5 കപ്പ് ഒഴിച്ചു കൊടുത്തപ്പോൾ എനിക്ക് നന്നായിട്ട് മിക്സായി കിട്ടിയില്ല. ബാക്കിയുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്നും കൂടി മിക്സാക്കി എടുക്കാം. അപ്പോൾ കലക്കിയെടുത്തപ്പോൾ ഏകദേശം ഒന്ന് ഇതാക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോഴാണ് കറക്റ്റ് നമ്മുടെ പരുവത്തിന് കിട്ടുക മാവ്. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇത്ര മതി. ഇനി നമുക്ക് ഇതൊന്ന് ഇളക്കി നോക്കാം. ഇപ്പോൾ നമ്മുടെ മാവിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റാണ് കേട്ടോ. കൂടുതൽ അങ്ങ് തിക്കുമല്ല, കൂടുതൽ അങ്ങ് ലൂസും അല്ലാത്ത രീതിയിൽ ആണ് നമുക്കിത് ഒന്ന് കലക്കിയെടുക്കേണ്ടത്. പിന്നെ നമ്മൾ സ്പൂൺ മാറ്റിയതിന് ശേഷം കൈയൊന്ന് വാഷ് ചെയ്തതിന് ശേഷം കൈ കൊണ്ട് തന്നെ നന്നായിട്ട് ഇതൊന്ന് ഞെരടി ചേർക്കണമേ. കാരണം ഇത് ഉള്ളിയുടെ ഫ്ലേവർ മുന്നിട്ട് നിൽക്കുന്ന ഒരു പലഹാരമാണ്. ഉള്ളിയാണ് നമ്മൾ കൂടുതലായിട്ട് ഇതിൽ ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഞെരടുമ്പോൾ ഉള്ളിയുടെ ഫ്ലേവർ നന്നായിട്ട് ഇറങ്ങി വരും. പിന്നെ നമ്മൾ ഇതിൽ ചേർത്ത തേങ്ങയുടെ പാലും കൂടി ഇറങ്ങി വരുമ്പോൾ ആ ചെറിയ എരിവും എല്ലാം കൂടി ആകുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ പലഹാരം കഴിക്കാൻ. അപ്പോൾ എരിവ് വേണ്ടാത്തവർക്ക് ഇത് മധുരം വെച്ചും ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ മുളക് ഒഴിവാക്കിയിട്ട് നിങ്ങൾ ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ നന്നായിട്ട് ഞെരടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കണം. അതിനുവേണ്ടി ഒരു ചീനിച്ചട്ടി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇരുമ്പ് ചീനിച്ചട്ടി ചുട്ടെടുക്കുന്നത് തന്നെയാണ് ഈ അപ്പത്തിന് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ഞാൻ ഇരുമ്പ് ചീനിച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ചൂടാകുമ്പോൾ ഇതിലേക്ക് ഒരു 2-2.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. 2.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. കാരണം ഇതിൽ ക്വാണ്ടിറ്റി ഉള്ളതാണ്. അപ്പോൾ നിന്ന് വേകുന്നതാകുന്നതുകൊണ്ട് ഇത് അടിയിൽ പിടിക്കാൻ പാടില്ല. അതുകൊണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഞാനിതൊരു 2.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചട്ടിയും നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമ്മൾ ഒഴിച്ചു കൊടുത്ത എണ്ണയും നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കലക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ബാറ്റർ നന്നായിട്ടൊന്ന് അടിതാത്ത ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ബാറ്റർ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണമേ. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ബാറ്റർ ഒഴിച്ച് കൊടുത്തതിന് ശേഷം പിന്നെ 1 മിനിറ്റ് നമ്മൾ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കണം കേട്ടോ. അതിനുശേഷം നന്നായിട്ട് തീ കുറച്ച് കൊടുക്കുക. ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക.
എന്നിട്ട് ഒരു 25 മിനിറ്റ് വരെ ഒന്ന് അടച്ച് വെച്ചിത് വേവിച്ചെടുക്കണം. ഇതിൻ്റെ ഒരു പുറം വെന്ത് വരുമ്പോൾ അരികൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ് ഇതേപ്പുറം നന്നായിട്ട് ഡ്രൈ ആയി കിട്ടും. അതുവരെ നമുക്ക് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു 25 മിനിറ്റ് നമുക്ക് അടച്ച് വെക്കാം. അപ്പോൾ ഇതാ 25 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അടപ്പ് തുറക്കാം. അപ്പോൾ ഇതാ നോക്കിയേ, നമ്മുടെ അപ്പത്തിൻ്റെ ആ വെള്ളമൊക്കെ നന്നായിട്ട് വലിഞ്ഞ് ഇതേപ്പുറം നല്ല ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ആ സൈഡൊക്കെ നന്നായിട്ട് മൊരിഞ്ഞും വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അതിന് മുമ്പായിട്ട് മറിച്ചിടുമ്പോൾ ആ പുറം ഒന്ന് കരിയാതിരിക്കാൻ വേണ്ടി നമുക്കിതിൻ്റെ മീതെ ഒന്ന് നെയ്യോ ഓയിലോ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഒരു 1/2 ടീസ്പൂൺ പശു നെയ്യും പിന്നെ ഒരു 1/2 ടീസ്പൂണോളം വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് അടിയിൽ പിടിക്കാതിരിക്കാനാണ് കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ആദ്യം ഈ വിളുമ്പ് നന്നായിട്ട് എല്ലാ ഭാഗവും നന്നായിട്ട് ഒരേപോലെ ഇളക്കിയതിന് ശേഷമാണ് നമുക്കിത് മറിച്ചിട്ട് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ പൊടിഞ്ഞു പോകും. അപ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ അപ്പം നന്നായിട്ട് ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അടിഭാഗം കരിഞ്ഞൊന്നും പോയിട്ടില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി അടച്ച് വെച്ചിട്ട് വീണ്ടും ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കുക. അപ്പോൾ ഒരു 10 മിനിറ്റ് കൂടി വേവിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഫ്ലെയിം ഓഫാക്കിയിട്ട് ഞാൻ ചീനിച്ചട്ടിയോട് കൂടി അടുപ്പിൽ നിന്ന് ഇറക്കി വെച്ചേ. ഇത് ഇനി നന്നായിട്ടൊന്ന് തണുത്ത് കിട്ടണം. അപ്പോൾ നമുക്കിതിൻ്റെ അടപ്പൊന്ന് തുറന്ന് വെച്ചിട്ട് 5 മിനിറ്റ് ഒന്ന് തണുക്കാൻ വയ്ക്കാം. അപ്പോൾ അതാ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ അപ്പം നന്നായിട്ട് തണുത്ത് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ അതാ നമ്മുടെ പലഹാരം ഒരു പാത്രത്തിലേക്ക് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഒറ്റയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഉള്ളി ആണ് ഇതിന് മെയിനായിട്ട് ചേർക്കുന്നത്. ഉള്ളിയുടെ ഫ്ലേവർ മുന്നിട്ട് നിൽക്കുന്നത് കൊണ്ട് നല്ല മണവും നല്ല ടേസ്റ്റുമാണ്. ഇത് അധികം എണ്ണയൊന്നും ചേരാത്തത് കൊണ്ട് വയറിനൊന്നും കേടൊന്നും വരില്ല. നോമ്പ് സമയത്ത് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി പലഹാരമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഇതിൻ്റെ മീതെ നല്ല ക്രിസ്പിയും അകം നല്ല സോഫ്റ്റുമാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഈ ഒറ്റയപ്പത്തിന് ചെറിയുള്ളി തന്നെ ചേർക്കണം കേട്ടോ, വലിയ ഉള്ളി ചേർക്കരുത്. ചെറിയുള്ളി ചേർക്കുന്നതാണ് ഏറ്റവും നല്ല ടേസ്റ്റ്. അപ്പോൾ കൂടുതൽ എണ്ണയൊന്നും ചേരാതെ നമ്മൾ ഇരുമ്പ് ചീനിച്ചട്ടി ചുട്ടെടുത്ത നമ്മുടെ ഒറ്റയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ്. നോമ്പ് തുറയ്ക്ക് കഴിക്കാൻ പറ്റിയായിട്ട് അടിപൊളിയായിട്ടുള്ളൊരു പലഹാരമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഈ വെറൈറ്റി പലഹാരം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള നല്ല വീഡിയോസുമായി വീണ്ടും വരുന്നതാണ്. അതുവരേക്കും എല്ലാവർക്കും താങ്ക്